ഗുഡ് മോർണിംഗ്. ഇന്ന് ഞങ്ങളുടെ UK ട്രിപ്പിന്റെ ഫസ്റ്റ് ഡേ ആണ്. ഞങ്ങളിപ്പോ സ്കോട്ട്ലൻഡില് എവിടെ പാപ്പു ഞാനും തണുത്തിട്ടേ അമ്മോ ഇപ്പൊ ഏകദേശം 9 മണി അവിടെ കേട്ടോ. ഇപ്പൊ സൂര്യൻ ഉദിച്ചിട്ടേ ഉള്ളൂ, ലൈറ്റൊക്കെ ഒന്ന് വന്നിട്ടേ ഉള്ളൂ. പാപ്പു എങ്ങനെയുണ്ട് തണുപ്പ് പാപ്പു? അമ്മേ അടിപൊളി, ഫ്രീസിങ്. പക്ഷെ നല്ല സുഖമുണ്ട്. ഗ്ലാസ്ഗോയിലാണ് ഞങ്ങള്, സ്കോട്ട്ലൻഡിലെ ഫസ്റ്റ് ഡേ 1 ഗ്ലാസ്ഗോ ആണ്. ഇന്ന് ഗ്ലാസ്ഗോ സിറ്റി ടൂർ ആണ്. അപ്പൊ അതിൽ ഞങ്ങൾ ആദ്യം കാണാൻ വന്നിരിക്കുന്ന സ്ഥലമാണ് ഇപ്പൊ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഇത് നെക്രോപോളിസ് അല്ലേ പപ്പു? എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യൂ. Necropolis is basically somewhere that people used to bury people before, and it was near the church and everything for like peaceful reasonings. And people who were lunatics or not baptized were not buried here. Okay. And during the rise of population, at least 5,000 people were dying each year in this country. ഇത് കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ ഇപ്പൊ എന്ത് ഭംഗിയാ നോക്കിയേ. So it easily became ഇപ്പൊ നമ്മുടെ നാട്ടിലൊരു 6 മണിയൊക്കെ പോലെ തോന്നുന്നില്ലേ നിങ്ങക്ക്? ഇതാണ് നെക്രോപോളിസ്. ഇത് ഓരോ ആളുകള് ഇപ്പൊ പാപ്പു പറഞ്ഞ പോലെ യെസ്, ഇതെല്ലാം ഇവരുടെ ശവകുടീരങ്ങളാണ്. കണ്ടോ? Basically what, as I was saying before you interrupted me, many people were dying here, so and it was getting like overpopulated, so people just put an end to this, and now it's just full of people who died in like at least in like. അതായത് നമ്മുടെ നാട്ടിലെ ഒരു എന്താ പറയാ ശവക്കല്ലറ എന്നൊക്കെ നമ്മൾ പറയാറില്ലേ, നമ്മുടെ ക്രിസ്ത്യൻസിനായാലും മുസ്ലിംസിനാണെങ്കിലും ഒക്കെ. ഇത് പാപ്പു പറഞ്ഞ പോലെ ഇത് എപ്പോഴും ഒരു പള്ളിയുടെ അടുത്തായിരിക്കും. ഇതാണ് ഇവിടുത്തെ ചർച്ച് ഓഫ് സ്കോട്ട്ലാൻഡ്. ഓക്കെ, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് താഴെ വലിയ പള്ളിയാണ്. അതിന്റെ അടുത്തായിട്ടാണ് അപ്പോ ഈ നെക്രോപോളിസ് എന്ന് പറയുന്ന ഈ വലിയ, ഇവിടെ മരിച്ച ആളുകളുടെ ഒക്കെ ഇപ്പോ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ അപ്പൊ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരേ. ഇത് കണ്ടോ, ഇപ്പൊ അവരുടെ ഡീറ്റെയിൽസ് എഴുതി വെച്ചിട്ടുണ്ട് ഇവിടെ. ഇപ്പോ നിങ്ങൾക്ക് കാണാൻ പറ്റും. മക്ലിയൻ ബ്രോഡി, ചാർട്ടേഡ് അക്കൌണ്ടന്റ്, ഗ്ലാസ്ഗോ, who died in 1911 at 78 years. His wife Margaret Swan, who died in 1940 in her 97th year, and their children William Brody and Agnes Isbell. എല്ലാവരും, അതായത് ഫുൾ ഡീറ്റെയിൽസ് അവർ എഴുതി വെക്കും. അപ്പൊ ഇവിടെയൊക്കെ ആക്ച്വലി കുറച്ചും കൂടി 1900s ഞങ്ങൾ താഴെ കണ്ട ശവകുടീരങ്ങളുടെ ഇങ്ങനത്തെ കല്ലുകളിലൊക്കെ എഴുതി വെച്ചിരിക്കുന്നത് 1700s 1800s മരിച്ചവരുടെയാണ്. അതായത് ഇപ്പൊ ഇതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും 1834. ഇവിടെ കണ്ടോ, ഈ മരിച്ച ആള് ഹു ഡൈഡ് ഇൻ ഡിസംബർ 1834. അത്രയും അതായത് 1800s 1700s മരിച്ചവരുടെ ശവകുടീരങ്ങൾ സ്ഥിതി ചെയ്യുന്ന സ്കോട്ട്ലൻഡിലെ ഒരു ഹയസ്റ്റ് പ്ലേസ് ആണ്. ദിസ് ഇസ് കോൾഡ് നെക്രോപോളിസ്. ഇങ്ങനെ ഓരോ വിശേഷങ്ങളുമായിട്ട് ഇന്നത്തെ ഫസ്റ്റ് വിശേഷമാണ് ഞങ്ങളുടെ സ്കോട്ട്ലൻഡിലെ. ഓക്കെ പാപ്പു, സേ ബൈ. ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോ ഇവിടെ കാണുന്നൊരു വലിയ ശവക്കല്ലറുടെ മുമ്പിലാണ് കേട്ടോ. ഇൻ മെമ്മറി ഓഫ് വെരി റെവറൻഡ് ഡങ്കൻ മെക്ഫാർലാൻഡ്, born in 1771, died in 1857. ഓക്കെ, അപ്പോ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടായിരുന്നു. അതായത് അത്രയും മുന്നേ മരിച്ച ആളുകളുടെ ശവക്കല്ലറ ഒരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. അതിനേക്കാൾ ഉപരി അതിന്റെ ആ ഭംഗിയാണ്. അവര് എത്ര നീറ്റായിട്ടാണ് അതൊക്കെ എഴുതി വെച്ചിരിക്കുന്നത്. കണ്ടോ? ഓക്കെ.